ചാരുമ്മൂട്ടിലെ ഏലിയാച്ചനും മോനമ്മയ്ക്കും 3 ആൺമക്കളാണ്. ഏലിയാച്ചനും മോനമ്മയും നല്ല അധ്വാനികളാണ്. കൃഷിയാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. കുറച്ച് പറമ്പുകളുണ്ട്. അതിനകത്ത് കൃഷികളൊക്കെ ചെയ്ത് അവർ നല്ല രീതിയിലും സന്തോഷത്തിലുമായി ജീവിക്കുന്നത്. മക്കളെയൊക്കെയും പഠിപ്പിച്ച് 3 ആൺമക്കളല്ല, അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ പ്രായമായി കഴിയുമ്പോൾ തങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അവർ മക്കൾ നൽകി തരുന്നുള്ളതായ ആ ഒരു ചിന്തയാൽ അവർ മക്കളെയൊക്കെ മക്കൾ പഠിപ്പിച്ചു. എന്നാൽ ആ മക്കൾക്ക് ഒരു സ്വഭാവമുണ്ട്. അവർ നിർബന്ധ ബുദ്ധിക്കാരാണ്. അവരെന്ത് ആഗ്രഹിച്ചാലും നടക്കുന്നുള്ള ആഗ്രഹമാണ് അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് ഈ മാതാപിതാക്കളെ ഓരോ കാര്യങ്ങൾക്കും അവരിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. മക്കൾക്ക് ഒരു കുറവുണ്ടാകരുത്, അവർക്ക് സന്തോഷം ഉണ്ടായിരിക്കണം എന്നുള്ളതായ ആ ചിന്തയാൽ മക്കൾ പറയുന്നത് എന്തും അവർ സാധിച്ചു കൊടുക്കും. അങ്ങനെ മക്കളെ അവർ പരിപൂർണമായിട്ട് നല്ല രീതിയിൽ കൂടെ അവർ സ്നേഹിച്ചു. ആ മക്കൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നതും അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും. ആ അധ്വാനം കൊണ്ടാണ് അവർക്ക് അല്പം സമ്പാദ്യം ബാങ്കിലൊക്കെ ഉണ്ടായി. തന്നെയല്ല, മോനമ്മ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടാക്കി, മാലയും വളയും ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ ഓരോ നാൾ കഴിയുമ്പോഴും തങ്ങളുടെ സമ്പാദ്യങ്ങൾ കൂടി വന്നു. എന്നാൽ നനച്ചിരിക്കാതെ അപ്രതീക്ഷിതമായി ഈ മോനമ്മയ്ക്ക് പെട്ടെന്ന് ഒരു രോഗം വന്നു. ആ രോഗത്തിന് വളരെ ഭാരപ്പെട്ട് ആശുപത്രിയിൽ ചെന്നു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ മോനമ്മ അവിടെ മരണപ്പെട്ടു പോവുകയാണ്. തൻ്റെ പ്രീതമ്മയുടെ ആ മരണം ഏലിയാച്ചനെ വളരെ വേദനിപ്പിച്ചു, വളരെ ദുഃഖിപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങളൊക്കെയും തന്നോട് ചേർന്ന് നിന്ന് അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്ത് മക്കൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ച തൻ്റെ പ്രിയപ്പെട്ടവൾ കടന്നുപോയത് ഏലിയാച്ചന് വളരെ വേദനയായി. പിന്നുള്ള നാളുകൾ ഏലിയാച്ചൻ്റെ ജീവിതത്തിൽ വളരെ വേദന നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. എങ്കിലും ഏലിയാച്ചന് ഒരു ചിന്തയുണ്ടായിരുന്നു. തങ്ങൾക്ക് 3 മക്കളല്ല ഉള്ളത്. ആ മക്കൾ തൻ്റെ കാര്യങ്ങളൊക്കെയും നടത്തിക്കോളും. പ്രിയപ്പെട്ടവൾ പോയി, ഇനിയും ഞാൻ അധ്വാനിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഇനിയും അധ്വാനിച്ചാൽ മതിയാകുള്ളൂ. ചുമ്മാ ഇരിക്കുന്ന സ്വഭാവം ഏലിയാച്ചനില്ല. അങ്ങനെ വീണ്ടും ഏലിയാച്ചൻ അധ്വാനിക്കുന്നു, പണം സമ്പാദിക്കുന്നു, ബാങ്കിൽ നിക്ഷേപിക്കുന്നു. എന്നാൽ മക്കളുടെ സ്വഭാവം നേരെ മറിച്ചായിരുന്നു. അപ്പനോട് അമ്മ പോയെങ്കിലും അപ്പൻ ഒറ്റപ്പെട്ടു പോയുള്ള ആ അപ്പന് സന്തോഷവും സ്നേഹവുമായിട്ട് അപ്പനോട് ഇടപെടുവാനോ അപ്പൻ്റെ കാര്യങ്ങൾ നോക്കുവാനോ അപ്പനോട് സ്നേഹമായിട്ടൊരു വാക്ക് സംസാരിക്കുവാനോ ഈ മക്കളെ കൊണ്ട് സാധിച്ചില്ല. ഇതിനോടകമായി മക്കൾ 3 പേരും വിവാഹം കഴിച്ചു. അവർക്ക് ഓരോ കുഞ്ഞുങ്ങളും ഉണ്ടായി. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ സമയത്ത് ഈ മക്കളെ ഈ അപ്പനെ എപ്പോഴും ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇനിയിപ്പം അമ്മ പോയില്ലയോ, അപ്പൻ്റെ സ്വത്ത് ഞങ്ങൾക്ക് എഴുതിത്താ, ഇനിയിപ്പോൾ അപ്പനെന്തിനാ സ്വത്ത്. അപ്പനിങ്ങനെ ചിന്തിച്ചു, ശരിയല്ല മക്കൾ പറഞ്ഞത്, തനിക്കുള്ളതെല്ലാം എൻ്റെ മക്കൾക്കല്ലേ, അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് മൊത്തം 3 പേർക്കും കൂടെ ഉള്ളത് വിരിച്ചു കൊടുക്കാവുന്ന ആ ചിന്തയാൽ ഏലിയാച്ചന് മക്കൾക്ക് 3 പേർക്കും തൻ്റെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങളും തൻ്റെ ഭാര്യയുടെ സ്വർണ്ണങ്ങളും ഒക്കെ എടുത്ത് 3 പേർക്കും കൂടെ അത് വിരിച്ചു കൊടുത്തു. അങ്ങനെ മൂത്ത മകനെ വേറെ വീട് വെച്ച് താമസമാക്കി. 2ാമത്തെ മകനും വേറെ വീട് വെച്ച് താമസമാക്കി. കാരണം വസ്തുക്കളുണ്ടല്ലോ. ഇളയ മകൻ്റെ കൂടെ കുടുംബ വീട്ടിൽ, അതായത് ഏലിയാച്ചനും മോനമ്മയും മക്കളെല്ലാം ഒന്നിച്ച് താമസിച്ച വീട്ടിൽ ഇളയ മോനും കൊടുത്തു ആ വീട്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ വീട്ടിൽ ഇളയ മോനുമായിട്ടുള്ള ചേർച്ചക്കുറവ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരച്ചേർച്ചയില്ലാത്ത ജീവിതം, അത് ഏലിയാച്ചനെ വളരെ വേദനിപ്പിച്ചു, ദുഃഖിപ്പിച്ചു. ഏലിയാച്ചൻ പറയുന്നതൊന്നും ഈ മകനോ മറ്റുള്ള മക്കളോ ഒന്നും അനുസരിക്കുകയില്ല. അവരുടെ ഇഷ്ടങ്ങൾ സാധിക്കുക, അപ്പനോട് യാതൊരു സ്നേഹവുമില്ല. അങ്ങനെ ഒരു ദിവസം ഈ ഇളയ മോനുമായിട്ട് ഏലിയാച്ചന് എന്തോ പറഞ്ഞു. തങ്ങളിൽ ഒരു ചെറിയ ശണ്ട പോലെയായി. ഈ ഇളയ മകൻ പറഞ്ഞു, ഇത് എനിക്ക് തന്ന വീട് എൻ്റെ വീടാ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണമെന്ന് പറഞ്ഞു. ഏലിയാച്ചൻ വളരെ വേദനിച്ചു, വളരെ സങ്കടപ്പെട്ടു. താനും തൻ്റെ പ്രിയപ്പെട്ടവനോട് അധ്വാനിച്ചുണ്ടാക്കിയതായ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോണമെന്ന് ഈ മകൻ പറഞ്ഞത് എന്തുമാത്രം വേദന അപ്പനുണ്ടാക്കി. ഏലിയാച്ചൻ 2 ദിവസം ഒന്നും മിണ്ടിയില്ല.
3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഏലിയാച്ചന് മകനോട് പറഞ്ഞു, മകനെ, ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കണ്ട, അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് അപ്പൻ അവിടെ നിന്ന് ഇറങ്ങി. ഈ അപ്പനെ വേറെ അതിനടുത്ത് ചെന്നൊരു വീട് വാടകയ്ക്ക് എടുത്തു. നാട്ടുകാരൊക്കെയും ചോദിച്ചു എന്താണെന്ന്. മക്കളെ കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും അവരോട് പറഞ്ഞില്ല. ഏലിയാച്ചൻ ആ വീട്ടിൽ വാടകയ്ക്ക് താമസം ആരംഭിച്ചു. നോക്കിക്കേ, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഒരപ്പൻ്റെ വേദന, ഒരപ്പൻ്റെ അനുഭവം. ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകരുത്. അപ്പനെയും അമ്മയെ സ്നേഹിക്കുന്ന മക്കളായിരിക്കണം എല്ലാവരും.